ലാവ്ലിൻ കേസിലെ സ്വകാര്യ ഹർജികൾ തള്ളി. സിബിഐ ഹർജികൾ മാത്രമേ നിലനിൽക്കൂവെന്ന് ഹൈക്കോടതി. കൂടുതൽ വിവരങ്ങളുമായി സാലിഹ് മുഹമ്മദ് ചേർന്നുണ്ട്. സാലി, ഏത് സാഹചര്യത്തിലാണ് മറ്റ് സ്വകാര്യ ഹർജികൾ കോടതി തള്ളിയത്? കോടതി വ്യക്തമാക്കിയ കാര്യങ്ങളും. സൗമ്യ, ക്രൈം നന്ദകുമാർ, ഷാജഹാൻ തുടങ്ങി 4 പേർ സമർപ്പിച്ച ഹർജികൾ തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് കെമാൽ പാഷയുടെ സുപ്രധാനമായ വിധിയുണ്ടായത്. കേസിൽ ഒരു ബന്ധവുമില്ലാത്തവർക്ക് കക്ഷി ചേരാനാവില്ല എന്ന് കോടതി വ്യക്തമാക്കുകയായിരുന്നു. മാത്രവുമല്ല, പുതിയ രേഖകളോ തെളിവുകളോ ഇനി വിചാരണ കോടതിയിൽ പോലും ഹാജരാക്കാനാവില്ലെന്നും കോടതി പറഞ്ഞു. സിബിഐ നടത്തിയ അന്വേഷണം തൃപ്തികരമല്ലെന്ന വാദം ഇവർ ഒരു ഘട്ടത്തിലും ഉന്നയിച്ചിട്ടില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. വിചാരണ കോടതിയിൽ സിബിഐ സമർപ്പിച്ച കുറ്റപത്രത്തെയും ഇവർ ചോദ്യം ചെയ്തിരുന്നില്ല. മാത്രവുമല്ല, എല്ലാ രേഖകളും തെളിവുകളും വിചാരണ കോടതിക്ക് മുന്നിൽ വരികയും ചെയ്തതാണ്. ഈ തെളിവുകൾ പരിശോധിച്ച ശേഷമാണ് കോടതി കുറ്റപത്രം നൽകിയതും വിചാരണയ്ക്ക് പോലും ആവശ്യമായ തെളിവുകളില്ലെന്ന് കണ്ട് കുറ്റവിമുക്തരാക്കിയതും. ഈ സാഹചര്യത്തിൽ പുതിയ തെളിവുകളൊന്നും സ്വീകരിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ കോടതി ഹർജി തള്ളുകയായിരുന്നു. കേസിൽ ഹാജരായ മുതിർന്ന അഭിഭാഷകൻ MK ദാമോദരനും സിബിഐക്ക് വേണ്ടി ഹാജരായ P ചന്ദ്രശേഖരപിള്ളയും ഹർജിക്കാരുടെ വാദത്തെ എതിർത്തു. ഹർജിക്കാരുടേത് അനാവശ്യ ഇടപെടലുകളാണെന്നും ഈ ആവശ്യം നിയമപരമല്ലെന്നുമാണ് മുൻ സുപ്രീം കോടതി വിധികൾ കൂടി ചൂണ്ടിക്കാട്ടി അഡ്വക്കേറ്റ് MK ദാമോദരൻ വാദിച്ചത്. ഹർജിക്കാർ മുന്നോട്ട് വെക്കുന്ന രേഖകൾ അനാവശ്യ രേഖകളാണെന്നായിരുന്നു CBI അഭിഭാഷകന്റെ നിലപാട്. ഏതായാലും ഈ വാദങ്ങളെല്ലാം ഈ മറുവാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് കക്ഷി ചേരൽ ഹർജികൾ കോടതി തള്ളിയത്. മറ്റൊരു ഹർജി കൂടി ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്നു. റിവിഷൻ ഹർജിയിൽ അന്തിമ വാദത്തിന് സാവകാശം തേടിക്കൊണ്ടുള്ള CBIയുടെ ഹർജിയായിരുന്നു അത്. കേസിൽ അഡീഷണൽ സോളിസിറ്റർ ജനറൽ പരഞ്ജിത് സിംഗ് പട്വാലിക്ക് ഹാജരാകുന്നതിന് വേണ്ടിയാണ് കേസ് 2 മാസത്തേക്ക് മാറ്റിവെക്കണമെന്ന മറ്റൊരു ഹർജി CBI മുന്നോട്ട് വെച്ചത്. ഇത് കോടതി അംഗീകരിച്ചു. ഇനി 2 മാസത്തിന് ശേഷമേ ഈ കേസ് കോടതി പരിഗണിക്കൂ. ഒരുപക്ഷെ നമുക്കറിയാം സാലി, തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് സർക്കാർ ഈ വിഷയത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപെടലുകളൊക്കെ തന്നെയും വലിയ രീതിയിൽ കോടതിക്ക് മുന്നിൽ തന്നെ ഈ കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്കൊക്കെയുള്ള പരാമർശങ്ങളിലേക്ക് പോലും കടന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ സുപ്രധാനമായ ഒരു തീരുമാനം കോടതി എടുക്കുന്നത്. കാരണം CBIയുടെ അന്വേഷണം ബന്ധപ്പെട്ട യാതൊരു എതിർപ്പും പറയാതെ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പുതിയ രേഖകൾ എന്ന രീതിയിൽ കോടതിയെ സമീപിക്കുന്ന രീതി, ഇത്തരം കാര്യങ്ങളുടെയൊക്കെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി പുറത്താകുകയാണോ ഇങ്ങനെ കൂടി കോടതി നിരീക്ഷിക്കുമ്പോൾ? സൗമ്യ, ഇത് 2 മാസങ്ങൾക്ക് മുമ്പ് കേസ് പരിഗണിച്ചപ്പോൾ അന്ന് കേസ് പരിഗണിച്ച ജസ്റ്റിസ് P ഉബൈദ് ഒരു കാര്യത്തിൽ അന്നത്തെ സംസ്ഥാന സർക്കാരിന് താക്കീത് നൽകിയിരുന്നു. കേസിൽ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് കോടതിയെ ഉപയോഗിക്കരുത് എന്ന കർശനമായ താക്കീത് നൽകിയത് നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കുകയും വേണം. അതിനൊപ്പം വേണം ഈ ക്രൈം നന്ദകുമാർ, ഷാജഹാൻ തുടങ്ങി ചില ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട തുടക്കം മുതൽ നടത്തിയ ഇടപെടലുകൾ. അത് കേസിന്റെ വിചാരണ ഘട്ടത്തിൽ വിജിലൻസ് കോടതിയിലടക്കം ഇവർ തെളിവുകൾ ഹാജരാക്കുകയും ഇവരുമായി ബന്ധപ്പെട്ട വാദങ്ങൾ നടക്കുകയും ഒക്കെ നടന്നിരുന്നു പ്രാഥമികമായെങ്കിലും. അതിനുശേഷമാണ് 8 പ്രതികൾക്കുമെതിരെ കുറ്റപത്രം മതിയായ തെളിവുകളില്ല, വിചാരണ ചെയ്യാൻ ആവശ്യമായ തെളിവുകൾ പോലും ഇല്ലെന്ന് പറഞ്ഞ് വിജിലൻസ് കോടതി ഈ കേസ് തള്ളിക്കളഞ്ഞത്. പിന്നീടും ഈ കേസിൽ മറ്റ് ഇടപെടലുകളിലേക്ക് ഉള്ള ശ്രമങ്ങളായിരുന്നു ഈ 2 കക്ഷികൾ, ക്രൈം നന്ദകുമാർ, ഷാജഹാൻ തുടങ്ങിയവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നത് വ്യക്തമാണ്. അതിനേറ്റ വലിയ തിരിച്ചടിയാണ് ഇന്നത്തെ ഹൈക്കോടതി വിധി എന്ന് വ്യക്തമായി പറയാം. മാത്രമല്ല, ഇതുമായി ഇനി പുതിയ ഒരു രേഖകളും ഒരു തെളിവുകളും ഈ കോടതിയിലോ വിചാരണ കോടതിയിലോ ആർക്കും ഹാജരാക്കാനാവില്ല എന്ന് അസന്നിഗ്ധമായി കോടതി വ്യക്തമാക്കുകയും ചെയ്തു. പ്രധാനപ്പെട്ട കാര്യം CBIക്കും അത് ബാധകമാണ് എന്നുള്ളതാണ്. ഇനി CBIക്ക് പോലും ഇനി ഒരു പുനർവിചാരണയ്ക്ക് കോടതി നിർദ്ദേശിച്ചാൽ പോലും പുതിയൊരു തെളിവുമായി വിചാരണ കോടതി സമീപിക്കാനാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ജസ്റ്റിസ് കമാൽ പാഷയുടെ അങ്ങേയറ്റം സുപ്രധാനമായ വിധിയാണ്. കാരണം ലാവ്ലിൻ കേസിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളുടെ എല്ലാ സാധ്യതകളും കോടതി തടഞ്ഞിരിക്കുന്നു. ഇനിയുള്ളത് 2 മാസത്തിന് ശേഷം കോടതി ഈ റിവിഷൻ പെറ്റീഷൻ പരിഗണിക്കും. അപ്പോൾ വിജിലൻസ് കോടതിയിലേക്ക് വീണ്ടും കേസ് ചെല്ലണോ തുടങ്ങിയ കാര്യങ്ങൾ കോടതി പരിഗണിക്കും. ഏതായാലും രാഷ്ട്രീയപരമായ ലക്ഷ്യത്തോടെ ചില ആളുകൾ നടത്തിയ ഇടപെടലുകൾ കോടതി ഇപ്പോൾ തടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. സാലിഹ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. സുധീരൻ 3ാം ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന് തിരുവഞ്ചൂർ. KPCC നേതൃത്വത്തിന് ശൂന്യമെന്നും തിരുവഞ്ചൂർ ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നുണ്ട്. മനു, ഒരുപക്ഷെ 18ാം അടവെന്നൊക്കെ പറയുന്ന രീതിയിൽ, കാരണം കഴിഞ്ഞ ദിവസം കാര്യങ്ങളെല്ലാം അനുകൂലമാക്കി മടങ്ങിയതാണ് സുധീരൻ അവിടെ നിന്നും. ആ ഒരു ഘട്ടത്തിലാണ് ഹൈക്കമാൻഡിനെ ഒരുപക്ഷെ ഒരു വലിയ ആശയക്കുഴപ്പത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരു കാര്യം സുധീരൻ 3ാം ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു എന്ന കാര്യം തിരുവഞ്ചൂർ പറയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്?
സൗമ്യ, എന്തായാലും സുധീറിനെതിരെയുള്ള നിലപാടുകൾ ഗ്രൂപ്പുകൾ ഹൈക്കമാൻഡ് മുമ്പാകെ ശക്തമാക്കുന്നു എന്ന കാര്യമാണ് ദില്ലിയിൽ നിന്ന് തന്നെ ലഭിക്കുന്നത്. ഇന്ന് രാവിലെ സോണിയാഗാന്ധിയുമായി അരമണിക്കൂറോളം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷം 1 മണിക്കൂറോളം നീണ്ട് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിലടക്കം വ്യക്തമാക്കിയത് നിലവിൽ ഗ്രൂപ്പുകൾ ഇല്ലാതാക്കുവാനാണ് ഹൈക്കമാൻഡ് സുധീറിനെ നിയോഗിച്ചത്. എന്നാൽ വലിയ രീതിയിൽ സ്വന്തമായൊരു ഗ്രൂപ്പിലേക്കൊക്കെ സുധീറിന് ഇപ്പോൾ കാര്യങ്ങൾ നീക്കുകയാണ്. ഇതിനായി ചില നേതാക്കളുടെ ഒത്താശ സുധീറിന് ലഭിക്കുന്നു എന്ന കാര്യങ്ങളാണ് തിരുവഞ്ചൂർ ഹൈക്കമാൻഡ് മുമ്പാകെ പങ്കുവച്ചത് എന്ന സൂചനകളാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങളിൽ നിന്ന് തന്നെ ലഭിക്കുന്നത്. ഇതുകൂടാതെ വലിയ രീതിയിൽ നേതൃത്വം ഇപ്പോൾ ശൂന്യതയിലേക്ക് പോയിരിക്കുകയാണ്. വലിയ രീതിയിൽ നേതൃത്വത്തിന് വീഴ്ച ഉണ്ടായിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു പരാജയത്തിലേക്ക് പോയത് പോലും തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കം നടത്തുന്നതിൽ മറ്റും KPCC നേതൃത്വത്തിന് വലിയ വീഴ്ച സംഭവിച്ചു എന്നും മറ്റുമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഹൈക്കമാൻഡ് മുമ്പാകെ ചൂണ്ടിക്കാട്ടിയത്. ഇന്നലെ മുതിർന്ന AICC നേതാക്കളുമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മുകുൾ വാസനിക് അടക്കമുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. AK ആന്റണി, PC ചാക്കോ, KV തോമസ് MD അടക്കമുള്ള നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിലും ഇത്തരത്തിൽ KPCC നേതൃമാറ്റം അനിവാര്യമാണ് എന്ന കാര്യമാണ് തിരുവഞ്ചൂർ വ്യക്തമാക്കിയത്. മാത്രമല്ല KPCC നേതൃയോഗത്തിലടക്കം ഈ ആവശ്യങ്ങൾ നിരന്തരം ഉയരുന്ന കാര്യവും ചൂണ്ടിക്കാട്ടി വെറും ഒരു മുഖം മിനുക്കൽ മാത്രമല്ല, നേതൃസ്ഥാനത്തെ മാറ്റമാണ് ഇപ്പോൾ KPCCയിൽ ആവശ്യം എന്ന കാര്യമാണ് തിരുവഞ്ചൂർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഗ്രൂപ്പ് നേതാക്കൾ കൂടി അടുത്ത ദിവസങ്ങളിൽ തന്നെ ദില്ലിയിലേക്ക് എത്തുന്നുണ്ട് എന്നൊരു സൂചനകൾ ലഭിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഗ്രൂപ്പുകൾ സുധീറിനെതിരെയുള്ള പടയൊരുക്കം ശക്തമാക്കിയിരിക്കുന്നു എന്ന കാര്യം തന്നെയാണ് ദില്ലിയിൽ നിന്ന് വ്യക്തമാകുന്നത്. സൗമ്യ, മനു, ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം ആന്റണിയുടെ അടക്കം പിന്തുണയോടുകൂടിയായിരുന്നു സുധീരൻ കാര്യങ്ങൾ ഏതാണ്ട് ഏറെക്കുറെ കാര്യങ്ങൾ തനിക്ക് അനുകൂലമാക്കി മാറ്റിയത്. കാരണം കേരളത്തിലെ വലിയ തെരഞ്ഞെടുപ്പ് പരാജയം അടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഇവിടെ സുധീരന് ചൂണ്ടിക്കാണിക്കാനുണ്ടായിരുന്നത്. ഇത്തരം കാര്യങ്ങളെയൊക്കെ കവച്ചുവെക്കാൻ ഈ ഒരു ന്യായീകരണത്തിനൊക്കെ ആകുമോ? അങ്ങനെ ഒരു ആത്മവിശ്വാസം തിരുവഞ്ചൂരിനായാലും ഒക്കെ ഉണ്ടോ? തീർച്ചയായും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ എന്തായാലും ഹൈക്കമാൻഡ് മുമ്പാകെ എത്തുന്നത് എന്നാണ് അറിയുന്നത്. നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് ചെയർമാൻ സ്ഥാനം പോലും ഏറ്റെടുക്കുന്നതിൽ ഉമ്മൻചാണ്ടി ആദ്യം ഒരു തടസ്സം മുന്നോട്ട് വച്ചിരുന്നു. ഇത് സംബന്ധിച്ചുള്ള നിലപാട് ഹൈക്കമാൻഡ് മുമ്പാകെ അറിയിച്ചപ്പോൾ പോലും ഈ KPCC അധ്യക്ഷ സ്ഥാനത്ത് സുധീരൻ തന്നെ തുടരുന്നതിലെ അതൃപ്തി ഉമ്മൻചാണ്ടിയും ഹൈക്കമാൻഡ് മുമ്പാകെ പങ്കുവച്ചിട്ടുണ്ട് എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അതിനാൽ തന്നെ നേതൃസ്ഥാനത്തെ ഒരു മാറ്റം അത്യാവശ്യമാണ് എന്ന രീതിയിലുള്ള നിലപാടാണ് ഇപ്പോൾ നേതാക്കൾ പങ്കുവെക്കുന്നത്. ഗ്രൂപ്പ് ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. പരസ്യമായും രഹസ്യമായും ഈ നിലപാടുകൾ ഹൈക്കമാൻഡ് മുമ്പാകെ അറിയിക്കുന്നു. ഇത് സംബന്ധിച്ച് മാധ്യമങ്ങൾ ആവർത്തിച്ചിന്ന് രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സുധീറിനോട് ചോദിച്ചിരുന്നു. എന്നാൽ തന്റെ നിലപാടുകൾ ഇപ്പോൾ ഹൈക്കമാൻഡുമായി പങ്കുവെച്ചു കഴിഞ്ഞു. ഇതിപ്പോൾ പരസ്യമായി പ്രതികരിക്കുന്നത് ഇത് സംബന്ധിച്ച് ശരിയല്ലല്ലോ എന്ന് മാത്രമായിരുന്നു തിരുവഞ്ചൂരിന്റെ പ്രതികരണം. അതിനാൽ തന്നെ നിലവിൽ പരസ്യമായും രഹസ്യമായും ഗ്രൂപ്പ് സുധീറിനെതിരെ നീങ്ങുന്നു എന്ന കാര്യം വ്യക്തമാവുകയാണ്. സൗമ്യ, മനു ശങ്കറാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സുധീരൻ 3ാം ഗ്രൂപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് എന്ന് തിരുവഞ്ചൂർ, KPCC നേതൃത്വ ശൂന്യമാണെന്നും തിരുവഞ്ചൂർ ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചു. ഈ ഒരു സാഹചര്യത്തിൽ നേതൃമാറ്റ ചർച്ചകൾ നടന്നിട്ടുണ്ടെന്ന് MM ഹസൻ പറഞ്ഞു. വിവരങ്ങളുമായി ജിതിൻ ചന്ദ്രൻ ചേർന്നുണ്ട്. ജിതിൻ, കോൺഗ്രസ് രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ്. അതിന്റെ സൂചന എന്നോണം പരസ്യമായി തന്നെ നേതാക്കൾ ഇതിന്റെ സൂചനകൾ നൽകി തുടങ്ങുന്നുണ്ട്. അങ്ങനെയായി തന്നെ ഹസന്റെ വാക്കുകളെ കാണാമോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? 3 ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് നടന്ന ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ നേതൃമാറ്റം ചർച്ചകളൊന്നും നടന്നില്ല എന്നായിരുന്നു KPCC അധ്യക്ഷൻ VM സുധീരൻ നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ സുധീരന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ്, സുധീരന്റെ പ്രസ്താവന തള്ളിക്കൊളഞ്ഞുകൊണ്ടാണ് KPCC ഉപാധ്യക്ഷൻ MM ഹസൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. പാർട്ടിയിൽ അടിമുടി മാറ്റം വേണമെന്ന് ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ ചർച്ച നടന്നുവെന്ന് MM ഹസൻ വ്യക്തമാക്കുകയുണ്ടായി. ബ്ലോക്ക് തലം മുതൽ PCC തലം വരെ എല്ലാ പാർട്ടി ഘടകങ്ങളിലും സമൂലമായ മാറ്റം വേണമെന്ന ആവശ്യം ഈ യോഗത്തിൽ ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ ഉണ്ടായി എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു. എന്നാൽ സുധീരൻ മാറണമോ എന്ന ചോദ്യത്തിനോട് MM ഹസൻ പ്രതികരിച്ചതും വളരെ രസകരമായ രീതിയിലായിരുന്നു. വെടിവെച്ചാൽ മാത്രം പോരെ, പിന്നെ എന്ന ശബ്ദവും കൂടെ ഉണ്ടാക്കണമോ എന്നായിരുന്നു. സുധീരൻ മാറണമോ എന്ന ആവശ്യമുണ്ടായോ എന്ന ചോദ്യത്തിന് MM ഹസന്റെ പ്രതികരണം. ചുരുക്കത്തിൽ സുധീരൻ മാറണമെന്ന ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ ആവശ്യം ഉയർന്നു എന്നത് സാധൂകരിക്കുന്ന രീതിയിലാണ് MM ഹസൻ പ്രസ്താവന നടത്തിയത്. ഒപ്പം തന്നെ
പാർട്ടിയിലെ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് താൻ UDF അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നില്ല എന്ന രീതിയിൽ മുഖ്യമന്ത്രി മാറി നിൽക്കുമ്പോൾ പാർട്ടിയിലും അത്തരത്തിലൊരു നേതൃമാറ്റം വേണ്ടേ, അല്ലെങ്കിൽ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് സുധീരൻ മാറേണ്ട സാഹചര്യമില്ലേ എന്ന ചോദ്യത്തിന് തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മാറാമെന്നത് ഉമ്മൻചാണ്ടിയുടെ വ്യക്തിപരമായ തീരുമാനമായിരുന്നു. അത് മറ്റുള്ളവരും അതുപോലെ തീരുമാനിക്കേണ്ടത് ആണ് എന്ന രീതിയിലാണ് MMSN മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഒപ്പം തന്നെ തോൽവിയുടെ ഉത്തരവാദിത്തം ആരാണ് എന്നതിൽ ഇപ്പോഴും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കൂടുതൽ ചർച്ചകൾക്ക് ശേഷമേ ഇത് തീരുമാനിക്കാനാകൂ എന്നും സുധീർ MMSN പറയുകയുണ്ടായി. എന്തായാലും പാർട്ടി തലത്തിൽ നേതൃമാറ്റം വേണമെന്ന ചർച്ചകൾ സജീവമായി തന്നെ ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ നടന്നു എന്നതാണ് MMSN ഇന്ന് പറഞ്ഞിരിക്കുന്നത്. KPCC അധ്യക്ഷൻ നേരത്തെ പറഞ്ഞതിന് ഘടകവിരുദ്ധമായാണ് MMSന്റെ പ്രസ്താവന. ജിതിൻ ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. പൊതുജനങ്ങളുടെ പരാതിക്ക് 30 ദിവസത്തിനകം പരിഹാരമെന്ന് മുഖ്യമന്ത്രി. അഴിമതിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കും. LDF സർക്കാർ രാഷ്ട്രീയ പകപോക്കലിനില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സെൻകുമാർ വിഷയത്തിൽ വിവാദത്തിനില്ല. സെൻകുമാറിനെ കുറിച്ച് പറഞ്ഞാൽ പലതും വെളിപ്പെടുത്തേണ്ടി വരുമെന്നും പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ പിണറായി പറഞ്ഞു. ഇതിൽ ഇക്കാര്യത്തിൽ നേരത്തെ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് പൊതുവെ ഇപ്പോൾ പറയാനുള്ളത്. അതായത് ഈ ഗവൺമെൻറ് അധികാരത്തിലേറിയത് രാഷ്ട്രീയമായി ഏതെങ്കിലും കൂട്ടരോട് പ്രതികാരം ചെയ്യാനോ പകപോക്കാനോ അല്ല. എന്നാൽ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകും. അത് നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകുന്നതിനെ തടയാൻ LDF ഗവൺമെൻറ് തയ്യാറാകില്ല. അതേസമയം രാഷ്ട്രീയമായി ആരെയെങ്കിലും ബുക്ക് ചെയ്യാനോ അതിൻ്റെ മേലെ നടപടികൾ സ്വീകരിക്കാനോ ഞങ്ങൾക്ക് താല്പര്യവുമില്ല. കായിക മന്ത്രി EP ജയരാജനെതിരെ പരാതിയുമായി മുൻ അത്ലറ്റ് അഞ്ജു ബോബി ജോർജ്. ജയരാജൻ തന്നെ അധിക്ഷേപിച്ചുവെന്നാണ് അഞ്ജുവിന്റെ പരാതി. ഇക്കാര്യം മുഖ്യമന്ത്രിയോട് ഉന്നയിച്ചതായും അഞ്ജു പറഞ്ഞു. അഞ്ജു ബോബി ജോർജ് തന്നെക്കുറിച്ച് പരാതി പറഞ്ഞതായി അറിയില്ലെന്ന് മന്ത്രി EP ജയരാജൻ. അഞ്ജു തന്നെ ഓഫീസിൽ വന്ന് കണ്ടിരുന്നു. സന്തോഷത്തോടെയാണ് പിരിഞ്ഞതെന്നും മന്ത്രി പറഞ്ഞു. ഞാൻ അറിയില്ലല്ലോ, അത് അവർ പറയാൻ സാധ്യതയില്ല എന്നാണ്. വളരെ സന്തോഷത്തോട് അവരെൻ്റെ ഓഫീസിൽ വന്നിരുന്നു. വളരെ സന്തോഷത്തോടു കൂടി ചിരിച്ച് വർത്തമാനം പറഞ്ഞിട്ടാണ് പിരിഞ്ഞു പോയത്. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് എനിക്കറിയില്ല. ഏതെങ്കിലും തരത്തിൽ മോശമായി പെരുമാറിയോ? ഒരിക്കലുമില്ല. അഞ്ജു ബോബി ജോർജിനെ EP ജയരാജൻ ആക്ഷേപിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. വിമാനയാത്രയെക്കുറിച്ച് മാത്രമാണ് ചോദിച്ചതെന്നും പിണറായി വിജയൻ പറഞ്ഞു. അതെ, പറഞ്ഞ കാര്യം അവർ വിമാനം ഉപയോഗിക്കുന്നതിനെ പറ്റി എടുത്ത തീരുമാനത്തെക്കുറിച്ചാണ്. അതെങ്ങനെയാണ് അവമര്യാദയായി പെരുമാറുക എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അവരെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ കാര്യം ഇതാണ്. അവർ വിമാനം ഉപയോഗിക്കുന്നതിനെ പറ്റി ചോദിച്ചു എന്ന് ഈ മന്ത്രി ചോദിച്ചു എന്നുള്ളത്. അതൊരു അവമര്യാദയായ പെരുമാറ്റമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം കേരളത്തിൽ സാധാരണഗതിയിൽ സ്വീകരിച്ചു വരുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയിൽ നിന്ന് വ്യത്യസ്തമായ നിലയുണ്ടായിട്ടുണ്ട്. അവരെ കിട്ടുന്നതിന് വേണ്ടിയായിരിക്കണം കഴിഞ്ഞ മന്ത്രിസഭ അവർക്ക് പ്രത്യേകമായ ചില അനുമതികൾ നൽകിയിരുന്നു. അത് ശരിയായ ഒരു രീതിയല്ലാലോ എന്ന് നമ്മുടെ ഇപ്പോൾ സ്പോർട്സിൻ്റെ ചുമതല വഹിക്കുന്നയാൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, അവരെന്നെ വന്ന് കണ്ടപ്പോൾ പറഞ്ഞു, എനിക്ക് പ്രത്യേക രാഷ്ട്രീയമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ഞങ്ങൾ രാഷ്ട്രീയത്തിൻ്റെ ആളായിട്ടേ കാണുന്നില്ല, നിങ്ങൾ സ്പോർട്സിൻ്റെ രംഗത്തുള്ള ഒരാളായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഒരു രാഷ്ട്രീയ പക്ഷപാതിത്വം ഞങ്ങൾ ആരോപിക്കുന്നില്ല, അങ്ങനെ ഒരു തെറ്റിദ്ധാരണയും വേണ്ട എന്നൊക്കെ പറഞ്ഞ് നല്ല നിലക്കാണ് അവർ പോയത്. അഞ്ജു ബോബി ജോർജിനെ കുറിച്ച് K സുധാകരന്റെ അബദ്ധ പ്രസ്താവന. അഞ്ജു ബോബി ജോർജ് ജിമ്മി ജോർജിന്റെ ബന്ധുവായിരുന്നു എന്നായിരുന്നു K സുധാകരന്റെ പ്രസ്താവന. EP ജയരാജനെ വിമർശിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു സുധാകരന്റെ പ്രസ്താവന. അഞ്ജു ബോബി ജോർജ് എന്ന് പറയുന്ന കായിക താരം ഇന്ത്യയുടെ മഹത്തായ കായിക പാരമ്പര്യത്തിൻ്റെ ഏറ്റവും വലിയ വളർച്ചയുടെയും അഭിമാനത്തിൻ്റെയും പശ്ചാത്തലം അവകാശപ്പെടാൻ സാധിക്കുന്ന ഒരു കായിക താരമാണ് അഞ്ജു ബോബി ജോർജ്. ആർക്കറിയാത്തത് അഞ്ജുവിനെ? അഞ്ജു മാത്രമല്ല, അഞ്ജുവിൻ്റെ ഭർത്താവ് ജിമ്മി ജോർജിൻ്റെ കുടുംബം എല്ലാം കായിക രംഗത്ത് ജീവിതമർപ്പിച്ചവരാണ്. വിപണി വിലയേക്കാൾ കുറവിൽ ജനങ്ങൾക്ക് പച്ചക്കറി ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്ന ഹോർട്ടികോർപ്പ് വിപണന കേന്ദ്രങ്ങളിൽ ജനത്തിരക്ക് കൂടുന്നു. തീ പൊള്ളുന്ന വിലവർധനവിന്റെ കാലത്ത് സർക്കാരിന്റെ വിപണിയിലെ ഇടപെടൽ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാവുകയാണ്. ആദായ വിൽപ്പനയെന്ന് ഈ കടയുടെ മുന്നിൽ നിന്നും ആരും വിളിച്ചു കൂവുന്നില്ലെന്നേയുള്ളൂ. എന്നാൽ ഇവിടെ വന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങി മടങ്ങുന്നവർ മനസ്സിൽ 1000 വട്ടം ഇത് മന്ത്രിച്ചിട്ടുണ്ടാവും. 70 രൂപയുടെ പയറിന് 30 രൂപ, 100 രൂപ വിലയുള്ള മുളകിന് 47 രൂപ, 30 രൂപ വിലയുള്ള വെള്ളരിക്ക് 18 രൂപ. ഇങ്ങനെ ഒരു അടുക്കളയ്ക്ക് ആവശ്യമുള്ളതെല്ലാം കൈകൊള്ളാതെ ഇവിടെ കിട്ടും. സാധനങ്ങൾ വാങ്ങാനെത്തുന്ന ജനവും വളരെ ഹാപ്പിയാണ്.
പുറത്തെ വിലയെ അപേക്ഷിച്ച് പകുതി വിലയൊക്കെ ഉള്ളൂ. നല്ല മലക്കറിയും കിട്ടുന്നുണ്ട്, അതിന് പോലെ നല്ല വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്നു. വിപണിയിൽ സർക്കാർ ഇടപെട്ടു തുടങ്ങിയതോടെ സ്വകാര്യ പച്ചക്കറി ഉടമകളും സർക്കാർ വിലയ്ക്കൊപ്പം വില കുറയ്ക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പത്തനംതിട്ട ജുമാ മസ്ജിദ് മുറ്റത്ത് തയ്യാറാക്കുന്ന നോമ്പുതുറ വിഭവങ്ങളിൽ പ്രധാനി ഇവിടെ തയ്യാറാക്കുന്ന ഉള്ളിവടയാണ്. നിരവധി ആവശ്യക്കാരുള്ളതും ഏറെ രുചിയുള്ളതും ഇവിടുത്തെ ഉള്ളിവടയ്ക്ക് തന്നെയാണ്. നാവിൽ കൊതിയൂറുന്ന വിഭവങ്ങളാണ് പത്തനംതിട്ട ടൗൺ ജുമാ മസ്ജിദിന്റെ മുറ്റത്ത് തയ്യാറാകുന്നത്. റംസാൻ നോമ്പുതുറ വിഭവങ്ങളിൽ ഉള്ളിവട, മുട്ട ബജി, മുളക് ബജി തുടങ്ങിയവയാണ് ഇവിടെ പ്രധാനമായും തയ്യാറാക്കുന്നത്. വിഭവങ്ങൾ നിരവധിയുണ്ടെങ്കിലും ആവശ്യക്കാർ ഏറെയുള്ളതും കൂടുതലായി ഉണ്ടാക്കുന്നതും ഉള്ളിവട തന്നെയാണ്. രുചിയൂർന്ന ഉള്ളിവട കഴിക്കാൻ നിരവധി പേരാണ് ഇവിടെ നോമ്പു തുറക്കായി എത്തുന്നതും. നോയമ്പ് കാലത്ത് ഉള്ളിവടയ്ക്ക് വളരെ ചിലവ് കൂടുതലാണ്. ഒരു ദിവസം 1000 മുതൽ 1500 എണ്ണം വരെ ഉള്ളിവട വിൽക്കാറുണ്ട്. ഒരു 5:30 തൊട്ട് ഒരു 6:30 1 മണിക്കൂറുണ്ട്. ബാക്കി സമയത്ത് ഒത്തിരി കടകളുണ്ട്. പിന്നെ മുട്ട ബജ്ജി, ഉള്ളി ബജ്ജി, ഉഴുന്നുവട, പരിപ്പ് വട, പിന്നെ വിഭവസമൃദ്ധമായ എല്ലാ ഐറ്റങ്ങളും ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് 1 മണി മുതൽ പള്ളിമുറ്റത്ത് വിഭവങ്ങൾ തയ്യാറായി തുടങ്ങും. സവോളയ്ക്ക് വില കുറഞ്ഞതും ഉള്ളിവട കൂടുതലായി ഉണ്ടാക്കാൻ ഈ കച്ചവടക്കാരെ സഹായിക്കുന്നുണ്ട്. വൈകിട്ട് നോമ്പ് തുറ തുടങ്ങി അരമണിക്കൂറിനുള്ളിൽ വിഭവങ്ങളെല്ലാം തന്നെ വിറ്റുതീരും. രുചിയൂർന്ന വിഭവങ്ങൾ തയ്യാറാക്കുന്നതിൽ വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട് ഹസനും അബ്ദുൽ സലാമിനും. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.